കൃഷ്ണ. സത്യം വരം ധീമഹി. ഭാഗവതം എന്നത് വേദവാക്യമാണല്ലേ. വേദം എന്ന് പറയുന്നത് സാക്ഷാൽ നാരായണനും. ആരാണോ ഭാഗവതത്തെ നിത്യവും ഭക്തിപൂർവ്വം വ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവർക്ക് പരമപുരുഷാർത്ഥമായ ആ മോക്ഷത്തെ ഭഗവാൻ ഉറപ്പായും നൽകും. കലിയുഗത്തിലെ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ് ഭാഗവതം എന്നുള്ളത്. എങ്ങനെയാണോ നമ്മൾ ഭഗവാനെ കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ ഭാഗവതത്തെയും കാണണം. ദിവസവും ഭാഗവതത്തിലെ ഒരു ശ്ലോകമെങ്കിലും വായിക്കുക. ഞാനിത് എപ്പോഴും പറയുന്ന കാര്യമാണ്. ഒരു ശ്ലോകമെങ്കിലും ദിവസം വായിക്കുക. അതിന് കഴിയാത്തവർക്ക് അര ശ്ലോകമെങ്കിലും വായിക്കുക. ഇത് ഭാഗവത മഹാത്മ്യത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് കലിയുഗത്തിൽ നാമസങ്കീർത്തനം എത്രത്തോളം പ്രധാനപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഭാഗവതം എന്നുള്ളത്. ഭാഗവതം സാക്ഷാൽ നാരായണ സ്വരൂപമാണ്. ദിവസവും ഭാഗവതത്തെ കണ്ട് തൊഴുകയോ നമസ്കരിക്കുകയോ ഒക്കെ ചെയ്യേണ്ടതാണ്. എല്ലാ വീട്ടിലും എല്ലാ ഹിന്ദു ഭവനങ്ങളിലും ഒരു ഭാഗവതം അത്യാവശ്യമാണ്. അതൊരു മഞ്ഞ പട്ട് തുണിയിൽ പൊതിഞ്ഞിട്ട് ദിവസവും ഭാഗവതത്തെ നമ്മൾ ആരാധിക്കുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്യണം. ഉറപ്പായും അവിടെ ഭഗവാന്റെ സാന്നിധ്യമല്ല 33 കോടി ദേവന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. ഭാഗവത പാരായണം ചെയ്യുന്ന ഒരു വീട്ടിൽ, ഭാഗവതം മുഴുവൻ പാരായണം ചെയ്യുന്നതെന്നല്ല, ഒരു ശ്ലോകമെങ്കിലും വായിക്കുന്ന വീട്ടിൽ എല്ലാ ദേവന്മാരുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഭാഗവതം വായിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം അതിലൂടെ ഉറപ്പായും നേടിയെടുക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.